മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടനെ പറ്റി ഞാൻ പറയാറുണ്ട്. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ പല അടിമ സംഖ്യക്കുട്ടന്മാരും എൻ്റെ കമന്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ മെസ്സേജിലും ഒക്കെ വന്നുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വന്നുകൊണ്ട് മെഴുകുന്നത് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാനോ മോഹൻലാൽ ഒരു സംഖ്യയാണെന്നോ പറയാനോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പറയുന്ന എൻ്റെ സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം വ്യക്തമാണ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരുടെയോ അടിമയാക്കപ്പെട്ട് നിന്നു പോയിരിക്കുകയാണ്. അയാളുടെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല, അയാൾക്ക് ഒരു കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുന്നില്ല, അയാൾ എന്തോ ഒരു അടിമയെ പോലെ ആയിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ എണ്ണമാണ് വന്നിട്ട് കുറയ്ക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മമ്മൂട്ടിയും മോഹൻലാലിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മോഹൻലാലിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ മമ്മൂക്ക ഇടപെടാതിരുന്നതും, എന്നാൽ മമ്മൂക്കയ്ക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ മോഹൻലാൽ ഇടപെടാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ആ കഴിഞ്ഞ